ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കൊല്ലം കുരീപ്പുഴയിൽ കായലിൽ കെട്ടിയിട്ടിരുന്ന ബോട്ടുകൾ കത്തി നശിച്ച സംഭവത്തിൽ അട്ടിമറി സാധ്യത പരിശോധിക്കാൻ അന്വേഷണ സംഘം. മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അട്ടിമറി സാധ്യത പരിശോധിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാകും ആ ഒരു അന്വേഷണം ഉണ്ടാവുക. കൊല്ലം സിറ്റി ACPക്കാണ് അന്വേഷണ ചുമതല. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാജേഷ്, ഇതിൽ ആളപായമൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. പുലർച്ചെയോടെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. അത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം തന്നെ ഉണ്ടാകുമല്ലേ? എന്തായാലും അതുപോലെ തന്നെ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഊർജിതമാക്കാൻ പോകുന്നത്. ഈ തുടക്കം മുതൽ അല്ലെങ്കിൽ ഈ ബോട്ടുകൾ കത്തി നശിച്ച സംഭവത്തിൽ തുടക്കം മുതൽ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ നാട്ടുകാരും ഇതൊരു അട്ടിമറി സാധ്യതയുണ്ടെന്ന സംശയം ഈ സ്ഥലം സന്ദർശിച്ച കൊല്ലം ജില്ലാ കളക്ടറോട് പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനടിസ്ഥാനത്തിലാണ് ഈ അട്ടിമറി സാധ്യത പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളിയുടെ ആവശ്യപ്രകാരം ഈ കൊല്ലം ACPക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയോടെ നടന്ന ഈ തീപിടുത്തത്തിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 10-ലധികം പരമ്പരാഗത വള്ളങ്ങളും ചില ചെറുവള്ളങ്ങളും ഫൈബർ ബോട്ടുകൾ അടക്കമാണ് കത്തി നശിച്ചത്. അതുപോലെ തന്നെ കായലിലെ ചില വ്യക്തികളുടെ ഈ ചീനവലകളും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് ഈ നങ്കൂരമിട്ട് കഴിഞ്ഞാൽ ഈ ബോട്ടിലെ ബാറ്ററി എല്ലാം ഊരി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിന് പിന്നാലെയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ഈ ബോട്ടിന് തീ പിടിക്കാൻ ഒരു സാധ്യത ഇല്ലെന്നാണ് തൊഴിലാളികളടക്കമുള്ള ഈ നാട്ടുകാർ പറയുന്നൊരു കാരണം. അതിന് പിന്നാലെയാണ് ഒരു അട്ടിമറി സാധ്യത എന്നോളം ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. ഈ ഗില്ലറ്റ് ബോട്ടുകൾക്കും ചെറുവള്ളങ്ങൾക്കുമാണ് ഇന്ന് പുലർച്ചെയോടെ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരു വള്ളത്തിന് ഏകദേശം 50 ലക്ഷത്തിലധികം രൂപ വില വരും. മറ്റു ചെലവുകളടക്കം ഈ വിലയിൽ അല്ലെങ്കിൽ നാശനഷ്ടത്തിൽ വലിയൊരു തോതിലേക്ക് കടക്കും എന്നതാണ്. ചില ആളുകളിലെ ചീനവലകളും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സമാന രീതിയിലുള്ള ഒരു തീപിടുത്തം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഒരു അട്ടിമറി സാധ്യതയിലേക്ക് അല്ലെങ്കിൽ ആ സംശയത്തിലേക്ക് കടക്കാനുള്ള ഒരു പ്രധാന ഒരു കാര്യം. പുലർച്ചയോടെ നടന്ന സംഭവത്തിൽ 20-ലധികം അല്ലെങ്കിൽ വിവിധ ബോട്ടിലെ 20-ലധികം ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു എന്നൊരു വിവരം കൂടി നിലവിൽ ഇപ്പോൾ അഗ്നിരക്ഷാ സേന പുറത്തുവിട്ടിട്ടുണ്ട്. നിലവിൽ തീയെല്ലാം നിയന്ത്രണ വിധേയമാണ് എന്നുകൂടി നിലവിൽ ഇപ്പോൾ പറയുന്നു. അതേസമയം തന്നെ വൻ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലം സിറ്റി ACPക്കാണ് അന്വേഷണ ചുമതല നൽകിയിട്ടുള്ളത്. കാളിദാസ്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുരീപ്പുഴയിൽ കായലിൽ കെട്ടിയിരുന്ന ബോട്ടുകൾ കത്തി നശിച്ച സംഭവത്തിൽ ഒരു അട്ടിമറി സാധ്യത ഉണ്ട് എന്നുള്ള ആരോപണം മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ചിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യപ്രകാരം ആ അട്ടിമറി സാധ്യത പരിശോധിക്കാനായി അന്വേഷണ സംഘം ഇറങ്ങുന്നു എന്നുള്ളതാണ്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം ഉണ്ടാകും. 20-ലധികം സിലിണ്ടറുകൾ ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്നത് പൊട്ടിത്തെറിച്ചു എന്നാണ്. അപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാക്കാം അതിൽ എങ്ങനെയായിരിക്കും ഒരു അട്ടിമറിക്ക് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത്. എന്തുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ ആരോപിക്കുന്നു എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ നോക്കുമ്പോൾ തരത്തിലൊരു അട്ടിമറി സാധ്യത മത്സ്യത്തൊഴിലാളികൾ കണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവരൊരു ആവശ്യം പോലീസിന് മുമ്പിൽ വെച്ചത്. അതിനെ സംബന്ധിച്ച് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൊല്ലം സിറ്റി ACPയുടെ ചുമതലയിൽ അന്വേഷണ സംഘം ഈ സംഭവത്തിലെ അട്ടിമറി സാധ്യത പരിശോധിക്കും.